തലേ ദിവസം രാത്രി ഇതാ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അത് നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ചോറും കൂടി ഇട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേയിലത്തെ ഒരു ചെറിയ കുഞ്ഞു വിശേഷമാണ്. നീർദോശയും ചിക്കൻ കറിയാണ് കേട്ടോ നമ്മുടെ സൺഡേയിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ അരിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് തേങ്ങയും ഒരു ചെറിയ സ്പൂണ് ചോറും കൂടി ഇട്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. പലരും പല രീതിയിലൊക്കെ ആയിരിക്കും നീർദോശ ഉണ്ടാക്കുന്നത്. ഞാൻ ദാ ഈ രീതിയിലാണ് കേട്ടോ നീർദോശ ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നീർദോശ. ഞാൻ കൂടുതൽ ചിക്കൻ കറി ഉള്ള ദിവസങ്ങളിലായിരിക്കും നീർദോശ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ നീർദോശ. അപ്പോൾ ദാ അരിയൊക്കെ അരച്ചെടുക്കുവാണേ. അരിയൊക്കെ അരച്ചെടുത്ത് ഒന്നും കൂടെ ഒന്ന് ഞാൻ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കി കുറച്ച് വെള്ളവും കൂടെ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വീണ്ടും അരച്ചെടുക്കുവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നീർദോശയുടെ മാവൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ലൂസ് വേണം കേട്ടോ നീർദോശയ്ക്ക്. നല്ല കുറുകിയിരിക്കാൻ പാടില്ല. അപ്പോൾ കുറുകിയിരുന്നാൽ നമ്മുടെ നീർദോശ കറക്റ്റായിട്ട് വരത്തില്ല കേട്ടോ. നന്നായിട്ട് വെള്ളം ലൂസാക്കി ഇങ്ങനെ കോരി ഒഴിക്കുന്ന രീതിയിൽ നല്ല വെള്ളത്തിൽ വേണം കേട്ടോ നീർദോശയുടെ മാവ് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മാവൊക്കെ കലക്കി വെച്ചിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം രാത്രിയിൽ ചിക്കൻ കുറച്ച് വറുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ വറുത്ത എണ്ണയിലാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് കളർ വന്നിരിക്കുന്നത്. അപ്പോൾ 2-3 ദിവസമായ എണ്ണയൊന്നുമല്ല, രാത്രിയിൽ വറുത്ത എണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ പിറ്റേ ദിവസം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തത്. അപ്പം ഇതിൻ്റെ കൂടുതലായിട്ടുള്ള റെസിപ്പി ആയിട്ടൊന്നുമില്ല, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറി പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം പൊടികളെല്ലാം മൂത്തതിന് ശേഷം കുറച്ച് സവാളയൊക്കെ ഇട്ട് കൊടുത്ത് സവാളയല്ല തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ചിക്കനും ഒക്കെ ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ച് നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പം ഈ സമയം നമ്മൾ ചിക്കൻ കറി അടുപ്പേ ഇരിക്കുന്ന സമയം റെഡിയാകുന്ന സമയം നമ്മൾ അപ്പുറത്തെ അടുപ്പയിൽ ഞാൻ നീർദോശയും കൂടി ഉണ്ടാക്കിയെടുക്കുവാണേ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് നീർദോശയുടെ കൂടെ ചിക്കൻ കറി കൂട്ടി കഴിക്കുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കൂടുതൽ നീർദോശ ഉണ്ടാക്കുന്ന സമയം ചിക്കൻ കറി ആയിരിക്കും കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് തരണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് ചിക്കൻ കറി അടച്ച് അടുപ്പിൽ വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ അടുപ്പയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് നമ്മുടെ ദോശ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നീർദോശ ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് കുറച്ച് വെള്ളം കുറഞ്ഞു പോയായിരുന്നേ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നന്നായിട്ട് വെള്ളം ഉണ്ടെങ്കിലേ നന്നായിട്ട് നമ്മുടെ ദോശ റെഡിയായി വരത്തുള്ളേ. അപ്പം ആദ്യം ഞാൻ കലക്കി വെച്ചപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞു പോയതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും രണ്ടാമത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല തുളയൊക്കെ വന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ നല്ല തുളയുള്ള നല്ല കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സൺഡേയിലത്തെ ചെറിയ കുഞ്ഞു വിശേഷം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സൺഡേയിലത്തെ വിശേഷം ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരെടുത്തും ടാറ്റാ ബൈ ബൈ.